കൗതുകം കൊണ്ട് ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ട്. പക്ഷേ അവരോടെല്ലാം തന്നെ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു ബാരിക്കേഡ് കെട്ടി അതിന് പുറകിൽ മാത്രം നിൽക്കുക എന്നുള്ള കാര്യം, അധികം അകത്തേക്ക് കയറണ്ട എന്നുള്ള നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അതിന് പ്രധാനമന്ത്രി എത്തുന്ന ഒരു കാര്യം കൂടി മുൻനിർത്തിയാണ് ഇപ്പോൾ ഇത്ര വലിയൊരു സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം അല്പം മുൻപ് ക്യാമ്പിൽ വിൽസൺ വന്നു. ഇപ്പോൾ NDRF DG അകത്തേക്ക് കയറി പോയിട്ടുണ്ട്. അങ്ങനെ ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും ഇന്നിപ്പോൾ ഈ അപകട ഭൂമി, ഈ ദുരന്ത ഭൂമി സന്ദർശിച്ച് കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുകയാണ്, തെളിവുകൾ നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവിടെ ഈ പൊതുജനങ്ങളെ കൂടി ഇന്നലത്തെ പോലെ അവരെ കടത്തിവിട്ടു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അത് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകളെ എല്ലാം തന്നെ ബാരിക്കേഡിന് പുറകിലാണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ആർക്കും അകത്തേക്ക് നിലവിൽ പ്രവേശനമില്ല. പക്ഷേ വിമാനത്തിന്റെ ഭാഗങ്ങൾ അടക്കം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പരമാവധി സൂം ചെയ്തിട്ടുമുണ്ട്. ആ കാണുന്ന ആ കെട്ടിടത്തിന്റെ മുകളിൽ ഒരു ചുവന്ന ഭാഗം കാണാം. അതാണ് ഈ വിമാനത്തിന്റെ പുറകിലെ ഒരു കഷ്ണം കിടക്കുന്നത്. അതിന് മുകളിലായിട്ടാണ് ഈ വിമാനം തകർന്ന് വീണിട്ടുമുള്ളത്. അതായത് അത്ര അടുത്താണ്. എനിക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ കെട്ടിടം കാണാൻ സാധിക്കും. അതിന് ഭാഗികമായി ആ കെട്ടിടം തകർന്നിരിക്കുന്നു. തൊട്ടപ്പുറത്തുള്ള കെട്ടിടങ്ങളിലേക്ക് ഈ തീ പടർന്നു പിടിച്ച് വലിയ തോതിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. ആകെ കത്തിക്കരിഞ്ഞ് പോയിരിക്കുന്ന നിലയിലാണ് ആ ഭാഗത്ത്, ആ നിരയിലുള്ള കെട്ടിടങ്ങൾ മുഴുവനും. ഇന്നലെ 1:38, 1:39 കൂടി ഈ വിമാനം ഇവിടെ വന്ന് പതിക്കുമ്പോൾ ആളുകൾ അത്രത്തോളം ഭയപ്പെട്ടിരിക്കണം. കാരണം എന്താണ് എന്നറിയാത്ത രീതിയിൽ ഒരു മിസൈൽ വന്ന് വീണതാണോ അതല്ലെങ്കിൽ ഭൂമി കുലുങ്ങിയതാണോ എന്നുള്ള സംശയം പലരിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു വലിയൊരു തീഗോളം തന്നെ ഇവിടെ നിന്നും ഉയർന്നു വരുന്നു. ഒന്നും കാണാൻ സാധിക്കാത്ത രീതിയിൽ പുകപടലങ്ങൾ കൊണ്ട് നിറയുന്നു ഈ പ്രദേശമാകെ. നമുക്കറിയാം, മീറ്ററുകൾ ദൂരെ വരെ, ഏകദേശം 1/2 കിലോമീറ്റർ ദൂരെ വരെ ഇതിന്റെ പുക എത്തിയിരുന്നു, അതിന്റെ ശബ്ദം എത്തിയിരുന്നു എന്നുള്ള കാര്യമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. അത്രയും രൂക്ഷമായിട്ടുള്ള അവസ്ഥയാണ് ഉണ്ടായത്. എണ്ണ അത്രത്തോളം ഉണ്ടായിരുന്നു, ഇതിന്റെ ഇന്ധനം അത്രത്തോളം ഉണ്ടായിരുന്നു. ഒപ്പം ചൂടും കൂടി കലർന്നതോടെ ഒരു രീതിയിലും അതിനെ ചെറുക്കാൻ പറ്റാത്ത രീതിയിൽ ആളി പടർന്ന് തകർന്നു വീഴുന്ന സമയത്ത് 1.25 ലക്ഷം ലിറ്റർ ഇന്ധനം ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. ലോകത്തെ നടുക്കിയ തീഗോളമായി ഡ്രീം ലൈനർ മാറിയത് എങ്ങനെ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഉത്തരം കിട്ടുന്ന പകലായിരിക്കും ഇത്. പല സാധ്യതകളും മുന്നോട്ട് കേൾക്കുന്നുണ്ട്. ഈ 2 എഞ്ചിനുകളും ഫെയിലിയർ ആയതാണോ, അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെ, പക്ഷി വന്ന് ഇടിച്ചതാണോ, അതോ ഈ പൈലറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇററാണോ, ഇതൊക്കെ സംബന്ധിച്ച് പലതരത്തിലുള്ള ചർച്ചകൾ, വിലയിരുത്തലുകൾ, നിഗമനങ്ങളിലൊക്കെ പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം ബ്ലാക്ക് ബോക്സിൽ നടക്കുമുള്ള രേഖകളും സംഭാഷണങ്ങളും ഒക്കെ കിട്ടി അത് വിശകലനം ചെയ്ത ശേഷം മാത്രമായിരിക്കും ഒരു ഡിസിഷനിലേക്ക്, അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ കഴിയുകയുള്ളൂ.